ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇത് രാവിലെയാണ് കേട്ടോ, രാവിലെ ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ വീടിൻ്റെ പുറകുവശം. അപ്പോൾ മഴക്കാലൊക്കെയാണ് അല്ലേ? എല്ലായിടത്തും എങ്ങനെ നല്ല മഴയൊക്കെ കിട്ടുന്നുണ്ടോ? ഇവിടെയും മഴയൊക്കെ ഉണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ ചെറിയ വെയിലും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചായയൊക്കെ ആദ്യം തന്നെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ചപ്പാത്തി പണിക്കാണ് നിന്നിട്ടുള്ളത്. ചായക്ക് ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഞാൻ പരത്തുന്നുണ്ട്. ഇതാ ഇവിടെ മാള് ചപ്പാത്തി ചുടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരാൾ പരത്തും ഒരാൾ ചുടുമൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത്രയും ചപ്പാത്തിയാണ് കേട്ടോ ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ ചപ്പാത്തിക്കുള്ള കറി എന്ന് പറയുന്നത് ഇന്നലത്തെ മീൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ചപ്പാത്തി കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ചായ കുടിക്കട്ടെ, എന്നിട്ട് കാണാം. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചായ കുടി കഴിഞ്ഞപ്പോഴത്തേന് ഇതാ ഒരുപാട് പാത്രങ്ങൾ പരന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേറെ പാത്രങ്ങളായിരിക്കില്ലേ നമുക്ക് കഴുകാൻ. അപ്പോൾ അങ്ങനെ ഇതാ പാത്രം കഴുകാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തുണികൾ തിരുമ്പാൻ വേണ്ടി നിന്നു കേട്ടോ. ഇന്ന് കുറച്ചൊക്കെ ഒരു വെയിൽ കാണാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തുണികൾ തോരിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ വിചാരിച്ചിട്ട് പാത്രം കഴുകൽ കഴിഞ്ഞേക്കാണ് ഞാൻ തിരുമ്പാൻ വേണ്ടി നിന്നിട്ടുണ്ട്. തിരുമ്പലൊക്കെ കഴിഞ്ഞത് ആ തുണികളെയും കൊണ്ട് മുകളിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ തോരിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുണികൾ മുകളിലാണ് തോരിടല്. നമുക്ക് താഴെ അയൽ കെട്ടാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടേ മുകളിലാണ് തോരിടല് കേട്ടോ. അപ്പോൾ താഴെ തന്നെയാണ് വിരിക്കുന്നത്. നല്ല വെയിലുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. കുറച്ച് അയലിലും തുണികൾ തോരിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു വാരി തുടക്കാനാണ് കേട്ടുള്ളത്. അപ്പോൾ ഞാനിത് അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് നീന് തുടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് വേണം ഇപ്പോൾ ഓക്ക് തുടക്കാൻ നിൽക്കാൻ. അപ്പത്തിന് നമ്മളെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ വാങ്ങാൻ വേണ്ടി അങ്ങാടിക്ക് പോയിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളത് എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഉള്ളത് പയറാണ് കേട്ടോ. അപ്പോൾ പയറുപ്പേരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇതാ ചെറുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. എല്ലാവരും വെക്കണ പോലെ തന്നെ പയറുപ്പേരിപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണ പോലെ തന്നെ കേട്ടോ. പിന്നെ അപ്പോൾ അങ്ങനെ പയറുപ്പേരി ആയതിനു ശേഷം ഇതാ പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പടം കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം കുറച്ച് കൊണ്ടാട്ടമുളക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതിനാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കൊണ്ടാട്ടമുളകൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കുന്നത് ചക്കക്കുരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചക്കക്കുരും തക്കാളിയും പച്ചമുളക് പിന്നെ അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പുളിയും പിന്നെ അതുപോലെ പാകത്തിനുള്ള ഉപ്പും പാകത്തിനുള്ള വെള്ളം ചേർത്താണ് കേട്ടോ വേവിക്കാൻ വെക്കുന്നത്. ഈ ചക്കക്കുരു കറിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഈ ഉണക്കമീനില്ലേ, ഉണക്കമീനിൽ തളയമീൻ ഉണ്ടല്ലോ, അതും പിന്നെ അതുപോലെ പച്ചമുളക് പൊരിച്ചതും ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളുടെ ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കടുക് പൊട്ടിച്ച് കുറച്ച് വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കുള്ള ചോറിന് ഇത്രയ്ക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ ഞാൻ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ചോറ് തിന്നാൻ നിൽക്കുന്നത്. അപ്പോൾ ഇനി ചോറൊക്കെ തിന്നൽ കഴിഞ്ഞിട്ട് കാണാം. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇതാ നല്ലൊരു മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഞാനിതാ ചായയും കൊണ്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് സിറ്റ് ഔട്ടിൽ. അപ്പോൾ ഒന്ന് ചായക്ക് കടി പിന്നെ ബാലവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടി ഉണ്ടല്ലോ, അപ്പോൾ അത് കടുകും എണ്ണയൊക്കെ ഒഴിച്ചുകൊണ്ട് വറുത്തെടുത്തതാണ് കേട്ടോ. ഇന്ന് ചായക്ക് കടി അതാണ്. അപ്പോൾ അതൊക്കെ മഴയും കണ്ടിങ്ങനെ കുടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.